അനൂസ് ബ്യൂട്ടീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വാക്സിനൊക്കെ എടുത്തു. അതുപോലെ തന്നെ പ്രോട്ടോക്കോളൊക്കെ പാലിച്ച് തന്നെയാണ് പാർലറുകളിലായാലും മറ്റു കടകളിലായാലും പോകുന്നതെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ ഇവിടെ പറയാൻ വന്നിരിക്കുന്നത് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു ആയുർവേദ ചികിത്സ, മുടിക്ക് ചെയ്യാവുന്ന ഒരു ആയുർവേദ ചികിത്സയാണ് ഹെന്ന എന്നാണ് പറയുന്നത്. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നമുക്ക് തന്നെ യൂസ് ചെയ്യാവുന്ന രീതിയിലുള്ള അതിൻ്റെ ഉപയോഗവും അതിന് വേണ്ട സാധനങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ പ്രയോജനങ്ങളും എന്തൊക്കെയാണെന്നും പറയാനാണ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്താം. എന്നാലും ഞാൻ ഇനിയും ഇടുന്ന വീഡിയോസ്, വീട്ടിൽ ചെയ്യാവുന്ന വീഡിയോസിലും അത് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നതും ലൈക്ക് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കുക. ഞാൻ തരുന്ന ചെറിയ ടിപ്സുകൾ നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അതിൽ വരുന്ന റിസൾട്ട് എന്താണെന്ന് വെച്ചാലും പോസിറ്റീവായാലും നെഗറ്റീവായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എന്താണ് ഹെന്ന? ഹെന്നെ നമ്മൾക്ക് എങ്ങനെ വീട്ടിൽ ചെയ്യാം? അതിനാവശ്യമായ സാധനങ്ങൾ എന്താണ്? ഉണ്ടാക്കുന്ന വിധം എന്താണ്? ഉപയോഗം എന്താണ്? പ്രയോജനങ്ങൾ എന്താണ്? ഇത്രയും കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങളുടെ മുടിക്ക് സംരക്ഷണം നൽകാനുള്ള ഹെന്ന ഉപയോഗിക്കുന്നത് എത്രയോ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു രീതിയാണ് ഹെന്ന. നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. എന്താണ് ഹെന്ന എന്ന് വെച്ചാൽ ഇതൊരു ആയുർവേദ ചികിത്സയാണ്. ഹെന്ന തലയിലിടുക എന്ന് പറയുന്ന ആയുർവേദ ചികിത്സയാണ്. ഇതിലൂടെ നമുക്ക് മുടിയുടെ താരൻ, അതുപോലെ മുടി കൊഴിച്ചിലൊക്കെ തടയാൻ സാധിക്കും. അതുപോലെ തന്നെ മുടിക്ക് നല്ലൊരു കുളിർമ ലഭിക്കുന്നതാണ്. ഹെന്ന ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തലയിലൊരു കുളിർമ ലഭിക്കുന്നതാണ്. അതാണ് ഹെന്ന എന്ന് പറയുന്നത്. വീട്ടിൽ എങ്ങനെ ഹെന്ന മിക്സ് ചെയ്യാം, അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഫസ്റ്റ് തന്നെ വേണ്ടത് നാച്ചുറൽ ഹെന്ന പൊടി നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. നമുക്ക് നാച്ചുറൽ ഹെന്ന പൊടി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. നമുക്ക് മൈലാഞ്ചി കൊമ്പ് എവിടെയാണെന്ന് വെച്ചാൽ വലിയ മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൊമ്പായിട്ട് ഒടിക്കുക. എന്നിട്ട് നമ്മളൊരു മാറ്റിൽ ഇതിട്ട് വെച്ചിട്ട് വെയിലത്തിട്ട് കഴിഞ്ഞാൽ തന്നെ 2 ദിവസം ഇടുമ്പോഴേക്കും ഇതിങ്ങനെ ഇലകളൊക്കെ ഇങ്ങനെ അടർന്ന് വീഴും. അങ്ങനെ ഇതിങ്ങനെ 2 പ്രാവശ്യം തട്ടി കഴിഞ്ഞാൽ തന്നെ ആ കൊമ്പ് നമുക്ക് എടുത്ത് കളഞ്ഞാൽ ഇല മാത്രമായിട്ട് ബാക്കി വരും. ഈ ഇല നമ്മൾ നന്നായി വെയിലത്തിട്ട് ഉണക്കി നമുക്ക് തന്നെ പൊടിച്ച് വയ്ക്കാവുന്നതാണ്. നാച്ചുറൽ ഹെന്ന ഉണ്ടാക്കാൻ നമുക്ക് വീട്ടിൽ തന്നെ സാധിക്കും. നാച്ചുറൽ ഹെന്ന എടുക്കാം. പിന്നെ വേണ്ടത് നമുക്ക് ഒരു മുട്ട വേണം. പിന്നെ ഒരു നാരങ്ങ നീര്, പിന്നെ ചായപ്പൊടിയും കാപ്പിപ്പൊടിയും വേണം. 1 ടീസ്പൂൺ വെച്ച് ചായപ്പൊടിയും കാപ്പിപ്പൊടിയും നമുക്ക് വേണം. അതുപോലെ നാരങ്ങ, മുട്ട, ഹെന്ന പൗഡർ. പിന്നെ നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന ഓയിൽ എന്തെങ്കിലും ഉണ്ടാവും. നമ്മൾ ഒലിവ് ഓയിലോ ബദാം ഓയിലോ വെളിച്ചെണ്ണയോ എന്തെങ്കിലുമൊക്കെ നമ്മൾ വീട്ടിലുണ്ടാവും. പിന്നെ ഇത് മിക്സ് ചെയ്യാനുള്ള ഒരു ബൗളും ഒരു ബ്രഷും, അത്രയും മതി. ഇത്രയായി തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഹെന്ന മിക്സ് ചെയ്യാവുന്നതാണ്. ആദ്യം തന്നെ ചായപ്പൊടിയും കാപ്പിപ്പൊടിയും 2 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് വെള്ളം അതിൻ്റെ കറ നന്നായി ഇളകുന്ന രീതിയിൽ നന്നായി തിളപ്പിച്ച് വെള്ളം മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മളുടെ ഹെന്ന പൗഡർ എടുക്കാം. ഹെന്ന പൗഡറിലേക്ക് ഇത് കറയാക്കി വെച്ച ഈ ചായപ്പൊടിയും കാപ്പിപ്പൊടിയും കൂടി കറയാക്കി വെച്ച ഈ വെള്ളം 2 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ആക്കിയിട്ട് ആ പൊടിയിലനുസരിച്ചുള്ളതനുസരിച്ച് നന്നായി മിക്സ് ചെയ്ത് കട്ടകളൊന്നുമില്ലാത്ത രീതിയിൽ നന്നായി മിക്സ് ചെയ്ത് വയ്ക്കുക. ഇതിലേക്ക് നമ്മുടെ മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതുപോലെ തന്നെ നാരങ്ങ നീരിൻ്റെ ഒരു പകുതിയും ഒഴിക്കാം. 10 തുള്ളി ഓയിൽ, എന്തെങ്കിലും ഓയിൽ ഒഴിക്കാം. മിക്സ് ചെയ്ത് വെച്ച് ഒരു 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്കത് ഫ്രിഡ്ജിൽ വെക്കാൻ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാവുന്നതാണ്. ഫ്രിഡ്ജിൽ വെക്കുക. അതിൻ്റെ 1 മണിക്കൂർ കഴിഞ്ഞ് തണുത്ത് സെറ്റായി കഴിഞ്ഞാൽ നമ്മുടെ തലയിലേക്ക് സ്കാൽപ്പിൽ നല്ല കോമ്പ് കൊണ്ട് ഓരോ ഗ്യാപ്പ് കൊടുത്തിട്ട് അതിലേക്ക് സ്കാൽപ്പിൽ നന്നായി പരട്ടി പിടിപ്പിക്കാം. ഇനി ഇതിൽ നിങ്ങൾക്ക് ഇപ്പം ഇന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇന്ന് യൂസ് ചെയ്യാൻ പറ്റിയില്ല, നാളേക്ക് വേണ്ടിയിട്ടാണെന്ന് വിചാരിക്കാം മിക്സ് ചെയ്ത് വെക്കുന്നത്.
ഇത് മിക്സ് ചെയ്ത് വെക്കുന്നത് നാളേക്ക് വേണ്ടിയാണെങ്കിൽ മുട്ടയും അതുപോലെ തന്നെ നാരങ്ങ നീരും ചേർക്കാതെ വേണം ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഇത് ചേർക്കാതെ എടുത്ത് വെക്കാം. ഇത് പുറത്ത് നമ്മൾ ആവശ്യത്തിന് എടുക്കുമ്പോൾ മാത്രം ഇത് സെപ്പറേറ്റ് ചേർത്ത് ഇളക്കിയതിന് ശേഷം അപ്ലൈ ചെയ്താൽ മതി. ഇത് എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ കുറേ ദിവസത്തേക്ക് ഒരു 24 മണിക്കൂറിന് അപ്പുറത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. മുട്ടയുടെ വെള്ളയും നാരങ്ങ നീരും അത് ഒഴിക്കുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ യൂസ് ചെയ്യുക. അല്ല എങ്കിൽ അത് ഒഴിക്കാതെ വെക്കുക. ആവശ്യത്തിന് എടുക്കുമ്പോൾ മാത്രം അത് ഒഴിച്ച് യൂസ് ചെയ്യുക. പിന്നെ ഇത് നമ്മൾ മിക്സ് ചെയ്ത് വെക്കുമ്പോൾ ഏറ്റവും നല്ലത് ഇത് മിക്സ് ചെയ്ത് വെക്കാൻ ഇരുമ്പിൻ്റെ പാത്രത്തിലായിരിക്കും ഈ മിക്സ് ചെയ്ത് വെക്കാൻ നല്ലതായിരിക്കും. തലേം ദിവസം മിക്സ് ചെയ്ത് വെച്ചിട്ട് പിറ്റേന്ന് ദിവസം എടുക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ഒരു രീതി ഹെന്നയായി മാറും. ആ ഹെന്ന നമ്മൾ തലയിലിടാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. പിന്നെ നമ്മുടെ തലയിൽ നരച്ച മുടി ചെമ്പിക്കാൻ മാത്രമായിട്ട് ഹെന്ന ഇടുന്നവരായിരിക്കും ചിലവർ. അങ്ങനെയല്ല, നമ്മുടെ മുടിക്ക് ഏറ്റവും നല്ലൊരു ആയുർവേദ ചികിത്സയാണ് ഹെന്ന നമ്മൾ വീട്ടിൽ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ യൂസ് ചെയ്ത് വീട്ടിൽ ചെയ്യുന്നത് ഏറ്റവും നല്ലൊരു ചികിത്സയാണ്. ഹെന്നയുടെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹെന്ന ഉപയോഗിക്കുന്നതോടെ നമ്മുടെ താരം വരാതിരിക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ വളർച്ച കൂടുതലാവുന്നു, മുടിയെ കണ്ടീഷൻ ചെയ്യുന്നു, തലയ്ക്ക് കുളിർമ നൽകുന്നു. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മൾ വീട്ടിൽ തന്നെ ഹെന്ന ഉണ്ടാക്കി ചെയ്യുകയാണെങ്കിൽ. ഇങ്ങനെയുള്ള രീതിയിൽ ഉണ്ടാക്കി ചെയ്യണം. പാർലറിൽ വന്ന് ഹെന്ന ചെയ്യുമ്പോഴും നമ്മൾ ഇതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഹെന്ന ചെയ്ത് തരുന്നത്. പാർലർ വന്ന് ചെയ്യുന്നതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ നമ്മൾ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് എല്ലായിടത്തും അപ്ലൈ ചെയ്യാനും അതുപോലെ ഒക്കെ നമുക്ക് ഒരു പരിമിതി ഉണ്ടല്ലോ. പാർലറിലാകുമ്പോൾ ഒരാൾ ചെയ്ത് തരുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് വേറെ ആയിരിക്കും, ഇരട്ടി ബെനിഫിറ്റ് കിട്ടും. ഇനി ഇത് വീട്ടിൽ ചെയ്ത് നോക്കാനുള്ള രീതിയാണ് നാച്ചുറൽ ഹെന്നയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പണ്ട് കാലങ്ങളിൽ ചെയ്തിരുന്ന ഒരു ചികിത്സയാണ് ഹെന്ന. ഇനി നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു 1 ഹവറെങ്കിലും മുടിയിൽ ആ ഹെന്ന അപ്ലൈ ചെയ്ത് നമ്മൾ ഇരിക്കണം. 1 ഹവർ കഴിഞ്ഞതിന് ശേഷമേ നമ്മളത് വാഷ് ചെയ്യാൻ പാടുള്ളൂ. 1 ഹവർ കഴിഞ്ഞിട്ട് സാധാരണ പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഭയങ്കര റഫ് പോലെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം കണ്ടീഷണർ യൂസ് ചെയ്യാം. കണ്ടീഷണർ യൂസ് ചെയ്യേണ്ടി വരില്ല, കാരണം നമ്മൾ മുട്ടയൊക്കെ ചേർക്കുന്നതുകൊണ്ട് കണ്ടീഷൻ ആയിരിക്കും ഓൾറെഡി. അപ്പോൾ നമ്മൾ എന്താ പറയുക, മുട്ട യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ മാത്രമേ ഈ കണ്ടീഷണർ യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഷാമ്പു യൂസ് ചെയ്യേണ്ട. സാധാരണ പ്ലെയിൻ വാട്ടറിൽ ഹെന്ന വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. നമുക്കൊരു എന്താ പറയുക, അത് കഴിഞ്ഞ് മുടി ഉണങ്ങി കഴിയുമ്പോൾ തന്നെ നമ്മുടെ മുടി ഇത്രയുള്ള മുടി ഇത്രയായിട്ട് തോന്നും. അത്രയും നല്ല തിക്നെസ്സും തോന്നും, മുടിക്ക് നല്ല സ്ട്രോങ് തോന്നും, തലയ്ക്ക് നല്ല കുളിർമ തോന്നും, താരം കുറവും ചൊറിച്ചിൽ അങ്ങനെ സംഭവങ്ങളൊക്കെ കുറയും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ കൂട്ട് നമ്മളൊരു ഇരുമ്പ് ചീനച്ചട്ടിയിൽ 6 മണിക്കൂർ നേരം വെക്കുകയാണെങ്കിൽ നല്ല കറുപ്പ് നിറമുള്ള ഒരു ഹെന്ന നമുക്ക് മിക്സ് ആയിരിക്കും. ആ ഹെന്ന നമ്മൾ തലയിലിട്ട് തന്നെ നമ്മുടെ മുടിക്കും ഒരു കറുപ്പ് നിറം കിട്ടും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. പറ്റാവുന്നവർ അങ്ങനെയൊക്കെ ചെയ്യുക. ഓക്കെ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി അമർത്തുക.